എന്തെല്ലാം ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ? പണി സൈറ്റിലില്ല കേട്ടാ, ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഇതൊന്ന് കാണണേ നിങ്ങൾ. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വെട്ടുകല്ലിൽ പണിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്പർ 1 വിദൂരകല്ലിൽ പണിഞ്ഞിട്ടുണ്ട്. എന്തായാലും എൻ്റെ മെഷീനെല്ലാം കാണാം. നമ്മളെ ഒരു ഇലക്ട്രീഷ്യൻ സുഹൃത്ത് ചെയ്തൊരു വീഡിയോ ആണ്. കട്ടറിൻ്റെയും ഹിൽറ്റിൻ്റെയൊന്നും കണക്ക് പറയണ്ട, കണ്ണൂർ കല്ലിൽ കൈ വെച്ചിട്ടുണ്ടോ ഇതല്ല, ഇതിലപ്പുറവും കംപ്ലൈൻറ്റ് വരും. കാരണം അതിനെ തോപ്പിക്കാനൊന്നും നമുക്കിപ്പോൾ ഇന്ന് ഈ മാർക്കറ്റ് ഒരു മെഷീനും ഇറക്കിയില്ല, അത് ഇറക്കാനും പറ്റുകയില്ല. ഞാൻ ഇതിനു മുന്നേ നമ്മൾ തൃശ്ശൂരിലുള്ള നമ്മൾ റീത്താക്കിനൊരു മറുപടി കൊടുത്തു. റീത്താക്കിന് ഇതുപോലെ ഒരു കല്ലിൽ പൊട്ടി പണിയെടുത്ത് റീത്താക്കിന് ഇടപാട് കളിയതാണ്. ചങ്ങായിമാരെ നിങ്ങളെല്ലാവരും കണ്ടില്ലേ, ഇതൊക്കെ ഇന്ന് പ്രശ്നമില്ല, ഇന്ന് മെഷീനറികളാണ് അല്ലേ. നിങ്ങളെ കട്ടറിൻ്റെ ബ്ലേഡ് തയ്യുന്ന ഒരു കാലമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് നമ്മളൊക്കെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മളൊക്കെ പണിയെടുക്കുന്ന സമയത്ത് രാവിലെ പണി സൈറ്റിൽ വന്നാൽ ചിലപ്പോൾ ഉച്ചക്കൊക്കെ പണി നിർത്തി പോകേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ വൈകുന്നേരം വരെ പണിയെടുത്താൽ വീട്ടിലെത്തൽ രാത്രി കാണാം, 5 മണി വരെ പണിയെടുക്കും. രാത്രി എങ്ങനെ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം വൈകുന്നേരം എടുക്കും. ഏത് 3 ഉളിയാന്നുണ്ടാകുക. ഒന്ന് ഹോൾസ് അടിക്കുന്നതുണ്ട്, പിന്നൊന്ന് വെട്ടുന്നതും, പിന്നൊന്ന് കോൺക്രീറ്റ് അടിക്കുന്നതും. പഴയ കാലത്തൊന്നും കോൺക്രീറ്റ് ഡ്രില്ലോണ്ടല്ല, കൈവച്ചിട്ട് തന്നെ അടിക്കണം. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഈ സാധനം എടുത്തിട്ട് കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇത് മുക്കിയിട്ട് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും. കാരണം എന്താണെന്നറിയാം, കൊല്ലം രാവിലെ തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തുറക്കാൻ നേരം വരെ നമ്മളെ പണി മുടങ്ങും. അതുമാത്രമല്ല, ഏറ്റവും വയറിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. എന്ത് കല്ല് വെട്ടുക, പൈപ്പ് ഇടുക, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും. നമ്മളൊക്കെ വെട്ടി രാത്രി പോയി കഴിഞ്ഞാലുണ്ടല്ലോ, കൈ ഇങ്ങനെ വെച്ച് കിടക്കാൻ കഴിയില്ല, കൈ ഭയങ്കര വേദനയായിരിക്കും. എന്നോട് ഒരുപാട് ആൾ ചോദിക്കാറുണ്ട്, നീ ജിമ്മിന് പോക്കുണ്ടാ എന്നൊക്കെ. പക്ഷെ ഞാൻ അവരോടൊക്കെ പറയും, ഞാൻ ജിമ്മിന് പോയിട്ടല്ല കേട്ടാ, ഈ പുളിമുട്ടിയെടുത്ത് ചുമര് വെട്ടിയ കയ്യാന്ന്, വേറൊന്നും അല്ല എന്ന് പറയും. അപ്പോൾ പറഞ്ഞു വരുന്നത്, കണ്ണൂരെ കല്ല് വെട്ടാൻ കണ്ണൂർക്കാർക്ക് മാത്രമേ കഴിയൂ കേട്ടാ. ഇപ്പോൾ മറ്റുള്ള ജില്ലയിൽ കണ്ണൂരിൽ നിന്ന് കല്ല് പോകുന്നുണ്ട്, പക്ഷെ എന്താണ്, അവർക്കൊന്ന് വെട്ടിപ്പൊളിക്കാൻ കൈകൊണ്ട് വെട്ടാൻ കഴിയില്ല. ഇന്ന് ഏത് പണിയാതെ കൈകൊണ്ട് വെട്ടാൻ ആർക്കും കഴിയില്ല. മെഷീനറി ഇല്ലേ, ഒരു വീടെടുക്കുമ്പോൾ തന്നെ കറണ്ട് ഇല്ലെങ്കിൽ ആൾക്കാർ പണിക്ക് പോവില്ല അല്ലേ, ഏത് മേഖലയായാലും. മുമ്പ് കോൺക്രീറ്റിൻ്റെ പണിക്കാവട്ടെ, കോൺക്രീറ്റ് അല്ല കമ്പി വെട്ടുന്ന പണിയാവട്ടെ, കമ്പി എങ്ങനെയാണ് അടിച്ചു മുറിക്കലല്ലേ അല്ലേ. നമ്മളെല്ലാം ഓർമ്മയിൽ വാർപ്പ് പണിക്കാർ ആദ്യം വരുമ്പോൾ തന്നെ പറയും, ഒരു കല്ലെടുത്തിട്ട് വന്നു പറയും. ഇപ്പോൾ എന്താണ് കരിങ്കല്ലെടുത്തിട്ട് വന്നു പറയും. ഈ കരിങ്കല്ലിൻ്റെ മേലെ വെച്ച് മുട്ടി അടിച്ചു പൊളിക്കലാണ്. പക്ഷെ ഇന്നെല്ലാം കട്ടർ വേണം കേട്ടാ. പക്ഷെ അന്നൊക്കെ നമ്മളെ കേരളത്തിലെ തന്നെയാണ് പണിയെടുക്കല്. ഇന്ന് പുറത്തിൻ്റെ ആൾക്കാർ വന്ന് പണിയെടുക്കുന്നത് കൊണ്ട് അവർ കറണ്ടില്ല, മഴ പെയ്ത് കറണ്ടില്ലെങ്കിൽ അന്ന് പണി ലീവാണ്. അവ എന്താണ്, എല്ലാവരോടും സ്നേഹം മാത്രം. നമ്മളൊക്കെ കുറേ വെട്ടിയിട്ടുണ്ട് കേട്ടാ. വെട്ടി ക്ഷീണം പിടിക്കും.